ഹലോ വെൽക്കം ടു അവർ ചാനൽ മലയാളി മീൽസ് ആൻഡ് മൈൽസ്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് BDF ആണ്. BDF വളരെ സുപരിചിതമാണ് മലയാളികൾക്ക് എല്ലാവർക്കും. റെസ്റ്റോറൻറ്റ് നിലവാരത്തിൽ അതേ രുചിയിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെ BDF ഉണ്ടാക്കാമെന്ന് കാണിക്കുന്ന ഒരു പരീക്ഷണമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന BDF 1/2 കിലോ ബീഫിനുള്ള BDF ആണ് ഇന്നിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത്. നമ്മൾ BDF ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഇതേ സൈസിലും ഷേപ്പിലുമുള്ള മീറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്കത് ഒരു മീഡിയം സ്ട്രിപ്സ് ആയിട്ടുള്ള ഷേപ്പിൽ നമ്മൾക്കത് കട്ട് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. നമുക്ക് BDF ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് വളരെ മൂർച്ചയുള്ള നല്ലൊരു നൈഫാണ് വേണ്ടത്. ഏത് കുക്കിങ്ങിന് മുമ്പ് നമുക്ക് വളരെ ഒരു നല്ല നൈഫ് ഉണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് വളരെ ഈസി ആയി തീരും. അതിനുവേണ്ടി നമുക്ക് ആദ്യമായി മീറ്റ് കട്ട് ചെയ്യാൻ തുടങ്ങാം. നമ്മളിവിടെ മീറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കിതിനെയും സ്ട്രിപ്സ് ഷേപ്പിലേക്ക് മാറ്റാം. ഈ മീറ്റ് കട്ട് ചെയ്ത മീറ്റ് നമ്മൾ മാരിനേഷൻ പർപ്പസിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയ മുട്ട ഒരെണ്ണം പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഈ മുട്ട ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, ടർമറിക് പൗഡർ, കാശ്മീരി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, സോയ സോസ്, ലെമൺ ജ്യൂസ്, ഫെനുഗ്രീക്ക് പൗഡർ ആൻഡ് കോൺ സ്റ്റാർച്ച്, സോൾട്ട് ആൻഡ് പെപ്പർ. ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞങ്ങൾ ഈ 1/2 കിലോ ബീഫിന് വേണ്ടി ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ അളവുകൾ കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഇതിലേക്ക് ഓൾറെഡി ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനിയും നമുക്ക് ഗരം മസാല 1 ടീസ്പൂൺ നമ്മൾക്ക് ഇടാം. പുതുതായിട്ട് കുക്കിംഗ് ചെയ്ത് പഠിക്കുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. അടുത്തതായിട്ട് ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിടാം. അടുത്തതായിട്ട് നമുക്കിതിനകത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇതിനകത്തേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ ഫെനുഗ്രിക് പൗഡർ ഇടാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, കോൺ സ്റ്റാർച്ചാണ് നമുക്ക് BDF ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. വളരെ ക്രിസ്പി ആയിട്ട് നമുക്കത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കോൺ സ്റ്റാർച്ചാണ് ബെറ്റർ. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ഇടാം. ആവശ്യത്തിനുള്ള സോൾട്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് വളരെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 1/2 അവർ തൊട്ട് 1 അവർ വരെ നമുക്കിത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നതാണ്. ഞാൻ ഈ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് വിട്ടുപോയത് ഒരു കാര്യമുണ്ട്. ഒരു 1/2 ലെമൺ ജ്യൂസും കൂടെ നമുക്കിതിൻ്റെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് തുടങ്ങാം. അതിനായിട്ട് അടുപ്പ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. പാത്രം ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇവിടെ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ശ്രമിക്കണം.
നമ്മളിപ്പോൾ ബീഫ് ഇട്ടിട്ട് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 1 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ബീഫ് ഒന്ന് ഇളക്കി തിരിച്ചിടാവൂ, അല്ലെങ്കിൽ നമ്മളുടെ ബീഫിലുള്ള കോട്ടിങ് എല്ലാം ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഈ വറുത്ത ബീഫ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുകയാണ്. നമ്മൾ ഈ ബീഫ് വറുത്ത് കോരിയ അതേ എണ്ണയിലേക്ക് തന്നെ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് പപ്പടത്തിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മളത് അതേ എണ്ണയിൽ തന്നെ വറുത്ത് കോരാം. നമ്മൾ അവസാനമായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ട പപ്പടം കൂടെ അതിനകത്ത് ഇടുക. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മൾ പപ്പടവും വറുത്ത് കോരി വെച്ചിരിക്കുകയാണ്. ഗാർണിഷിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു നാരങ്ങ കുറച്ച് ചെറിയതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും പപ്പടവും. അങ്ങനെ നമ്മുടെ BDFൻ്റെ അവസാന സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം. വളരെ രുചികരമായ BDF ആണ് ഇന്ന് നമുക്കിവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ വീടുകളിൽ ട്രൈ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി ഞങ്ങളെ അറിയിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്.